ഹായ് ഗൈസ്. ആദ്യത്തെ ഒരാളോ രണ്ടാളോ ചോദിച്ചപ്പോൾ എനിക്കിത് എത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഇതൊക്കെയാണോ ഇത് കേൾക്കുമ്പം ഒരാൾക്ക് അറിയാനുള്ള ത്വര എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. വേറെ ഒന്നുമല്ല, നമ്മളിങ്ങനെ ഒരു ഗുഡ് ന്യൂസ് അല്ലേ, നമുക്കത് ഗുഡ് ന്യൂസാണ്. നമ്മളത് പറയുമ്പം അവർ ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ കോമൺ ആയിട്ടുള്ള, എന്നോട് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഇത് പ്ലാൻഡ് ആണോ അല്ലെങ്കിൽ സംഭവിച്ചു പോയതാണോ? അല്ലെങ്കിൽ വേറെ രീതിയിൽ ചോദിക്കും, കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി? അവരിങ്ങനെ കണ്ണും മുകളിലോട്ട് നോക്കി പിറകോട്ടൊരു കണക്ക് കൂട്ടല. ഓക്കെ, 2 കൊല്ലം കഴിഞ്ഞിട്ടാ, അപ്പം പിന്നെ ഇത് പ്ലാൻഡ് ആയിരിക്കും. അല്ല 1 മാസം കഴിഞ്ഞിട്ടാ, ഇത് നിങ്ങൾ പണി ഒപ്പിച്ചതാണല്ലേ. എന്തിനാ ഈ മണ്ടത്തരങ്ങൾ ചോദിക്കാൻ പോകുന്നത്? അങ്ങനെ ആക്സിഡൻ്റലായിട്ട് ഒരു പ്രഗ്നൻസി സാധ്യമാണോ എന്നാണ് എൻ്റെ ഡൗട്ട്. ഈ ചോദ്യം നാട്ടുകാർ ചോദിക്കുമ്പം നമുക്ക് അറ്റ്ലീസ്റ്റ് എങ്ങനെയെങ്കിലും ആശ്വസിക്കാം, വിവരമില്ലായ്മ ഉണ്ടായിരിക്കും എന്ന്. പക്ഷേ ഈ ന്യൂസ് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഷോക്കും ഡിപ്രസ്ഡും കരഞ്ഞ് നിലവിളിക്കുന്ന കുറേ അധികം കപ്പിൾസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കാണുമ്പം ഭയങ്കര കോൺട്രഡിക്ഷൻ തോന്നും. കാരണം നമ്മൾ ഇൻ്റർകോഴ്സ് ചെയ്യുമ്പം എക്സ്റ്റെൻഡ് കഴിയാണ്ടൊന്നും ഇത് പ്രഗ്നൻസിയിലോട്ട് ലീഡ് ചെയ്യില്ല എന്നുള്ള കാര്യം അറിയാവുന്നതല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനൊരു പണി ഒപ്പിക്കുന്നുണ്ടെങ്കിൽ വി ഷുഡ് എക്സ്പെക്ട്. പല പ്രൊട്ടക്റ്റീവ് മെഷേഴ്സും നമുക്ക് 100% ഗ്യാരണ്ടി ഒന്നും തരുന്നില്ല. ഇത് ചിലപ്പം പോസിറ്റീവും ആവാം നെഗറ്റീവും ആവാം എന്നുള്ള ഒരു തോട്ട് എന്തായാലും മനസ്സിൽ കൊണ്ടുവരണം. അല്ലാതെ ഇങ്ങനൊരു ബ്ലെസ്സിങ് ഞാൻ ആലോചിക്കുമ്പോൾ അതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി മറ്റുള്ളവരുടെ കാര്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ, പല ചിന്താഗതിയുള്ള ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അല്ലെങ്കിൽ ബ്ലെസ്സിങ് വേണ്ട, ഇങ്ങനെ ഒരു ന്യൂസ് നമ്മുടെ ലൈഫിൽ വരുമ്പം അതിനെ വളരെ നെഗറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. സംഭവിച്ചു പോയി, അവൻ എന്നെ നിർബന്ധിച്ചിട്ടാ, അല്ലെങ്കിൽ അതെന്നെ ചതിച്ചതാ, അല്ലെങ്കിൽ ഞാൻ റെഡിയല്ല, പിന്നെ എൻ്റെ കരിയർ സ്റ്റേബിളല്ല, എൻജോയ് ചെയ്യാനുള്ള എൻ്റെ സമയമാണ് പോകുന്നത്, അങ്ങനെയുള്ള കുറേയധികം ബ്ലെയിംസ് നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മൾ വളരെ ഹാപ്പിയായി ആ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ അല്ലേ, ആ ഒരു ചെറിയ ജീവനെ വെൽക്കം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. സോ വാസ് മൈ പ്രഗ്നൻസി പ്ലാൻഡ് ഓർ ആക്സിഡൻ്റൽ എന്ന ചോദ്യത്തിന് ഇനി ഞാൻ ഉത്തരം പറയണ്ടല്ലോ. ഹൗ വി പ്ലാൻഡ് എന്ന് അറിയണമെങ്കിൽ ഒന്ന് യൂട്യൂബ് ചാനലും കൂടി ഒന്ന് കയറി നോക്കിക്കേ. ബൈ.